രാത്രി മഴ പെയ്ത് തോർന്ന നിറം. എത്ര വണ്ടിക്ക് എത്ര ആക്സിലേറ്റർ കൊടുത്തിട്ട് പോവാത്തത്? എന്തോ തകരാറുള്ളത്. ഓ വെയിറ്റ്, എത്ര വണ്ടി ഇത് പുകയൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയത്? വണ്ടിക്ക് എന്തോ പറ്റാന്ന് തോന്നണേ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് നൈസായിട്ട് വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കാം. അതാ നല്ലത്. വണ്ടിയുടെ എൻജിൻ ചൂടായിട്ടായിരിക്കും. ഒന്ന് ഒതുക്കി വണ്ടി ഇട്ട് കഴിയുമ്പോൾ 2 വണ്ടി കഴിയുമ്പോൾ തന്നെ ശരിയാകുമായിരിക്കും. ഓക്കെ, ഇവിടെ ഒതുക്കാം. ഏടാ വണ്ടി നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടി താക്കോലിട്ട് തിരിച്ചു നോക്കാം. ആഹാ, ഇതെന്ത്ര ഓണാവാത്തത്? എടാ ഓണാവ്. ഈ രാത്രിയിൽ വണ്ടി പണി തന്നു മാത്രം എന്നോട് പറയരുത്. ഓണാവ്. ഓക്കെ, ഓണായി. ആഹാ, ഓഫായി പോടാ. ഒന്നുകൂടി നോക്കടാ. ഭാഗ്യമുണ്ട് നിനക്ക്, ഭാഗ്യമുണ്ട്. ഓണായി. പണിപ്പാളി ചേട്ടാ, ഈ നട്ടപ്പാതിരാത്രിക്ക് കാർ പണി തന്നല്ലോ. ബാ, ഇറങ്ങിച്ചെന്ന് നോക്കാം എന്താ പ്രശ്നം. ആഹാ, ഇവിടെ നിന്ന് ഇതാ പുകയൊക്കെ വരുന്നുണ്ട്. ഞാൻ പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാ, ഒന്ന് പൊക്കി നോക്കാം, എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ, നമ്മുടെ എൻജിൻ ഓപ്പൺ. ഓ മാൻ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം സംതിങ് മെസ്ഡ് അപ്പ്. എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഉള്ളിൽ നിന്ന് ഫുള്ള് പുകയാണ് വന്നുകൊണ്ടിരിക്കണേ. ഐ തിങ്ക് ഇതിൻ്റെ കപ്പാസിറ്റർ, ഞാൻ എന്ത് പറയാനാ, ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ. പഠിച്ചത് വെച്ച് കാർ ശരിയാക്കാൻ വേണ്ടി പറ്റുക. സഹായത്തിന് ആരെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ആരെങ്കിലും കാണുമെന്നല്ല നോക്കാം. റോട്ടില്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞെ പോലും കാണുന്നില്ല. ആരെങ്കിലും കാണുമായിരുന്നെങ്കിൽ ഇവിടെ വല്ല അടുത്ത വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ, ആരെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ ഒരു സഹായത്തിന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാനെങ്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്കായിരുന്നു. ഓക്കെ, ഇങ്ങോട്ട് പോയി ആരെങ്കിലും കിട്ടുമോ നോക്കാം. ഇതൊരു കൃഷി സ്ഥലമാണ്, ഇവിടെ ആരെങ്കിലും കൊണ്ടാവാണ്ടിരിക്കില്ല. ഓക്കെ, ഫൈനലി ഒരു വീട് ഞാൻ കണ്ടുപിടിച്ചടാ. ഏതോ ഒരു കർഷകന്റെ വീടാന്ന് തോന്നുന്നു. പക്ഷെ ഇത്രയും വലിയ വീട് എന്തിനാണ് ഇവിടെ എപ്പോഴെന്ന് വെച്ചേക്കണ? എനിക്ക് തോന്നണ ഇവിടെ ചിലപ്പോ ഈ നെല്ലൊക്കെ കൊയ്ത്ത് മെതിച്ച് അതൊക്കെ എടുത്ത് മൊത്തം വിൽക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിലെ വാതിൽ മുട്ടി നോക്കാം. ഹലോ ചേച്ചി, ചേട്ടാ, ആരെങ്കിലും ഉണ്ടോ വീട്ടില്? ഒരു പ്ലെയർ കിട്ടുമോ വണ്ടി ശരിയാക്കാൻ വേണ്ടിട്ട്? ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണട്ടാ. എന്നെ തേടിയേ വന്നല്ലോ. നീ എനിക്ക് സ്വന്തടാ, എനിക്ക് സ്വന്തം. രാത്രി നിന്നെ ഫുഡ് വെച്ച് കഴിച്ചിട്ടുള്ളൂ. പറ്റിയ ഞാൻ എവിടെയാടാ? ഞാനിതെവിടെയാടാ വന്ന് കിടക്കണത്? പുറകിൽ ഏതോ ഒരു തള്ളവന്ന് തന്നെ തല്ലിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു കൈപ്പത്തി, അത് ചോര കൈപ്പത്തി. എന്താ അവിടുന്ന് ഒരൊച്ച ആരെങ്കിലും വരുന്നുള്ള പോലെ. ഏതാ ഈ വീട്? ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്താ ക്യാൻ യു ഫൈൻഡ് മീ? ആരെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട്? ആരോ എന്നെ പിടിച്ചോണ്ട് വന്നിവിടെ വെച്ചേക്കാന്ന് തോന്നുന്നത്. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്ങോട്ടാ വഴി? എവിടെ? ഇവിടെ ഡോർ ഉണ്ട്. ഈ ഡോർ വഴി പുറത്തേക്ക് വാ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആഹാ, എന്താ അവിടുന്ന് ഒരു ഒച്ചയേക്കണേ? എന്നെ പിടിച്ചോണ്ട് വന്ന് കിട്ടാപ്പറാന്ന് തോന്നുന്നു. ഓക്കെ, ഇതുവഴി ഇറങ്ങിപ്പോ. അവിടെ എന്താ ഒരു എന്താണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ വിട്. എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വെളിയിൽ പോണം. ഇവിടെ ഇതാണ് വെളിയിലേക്കുള്ള ഡോറെന്ന് തോന്നുന്നു. തുറക്ക്. ഇത് ലോക്കാന്ന് തോന്നുന്നു. എങ്ങനെ ഞാൻ വെളിയിലേക്ക് പോകും? ഈ പട്ടികയൊക്കെ വെച്ച് ആണി അടിച്ച് വെച്ചേക്കുക. പട്ടിക പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്റെ കയ്യിലാണെങ്കിൽ വെപ്പണൊന്നുമില്ല. ഇന്ന് വെപ്പൺ ആവശ്യം ഉണ്ടാവും ആരെങ്കിലും ചിന്തിച്ചാ? എടാ, എന്നെ തട്ടിക്കൊണ്ടു വന്ന ആളല്ലേ ഇത്? എന്നെ കൊല്ലാൻ വരാന്ന് തോന്നുന്നു. കയ്യിലെന്തോ വടിയൊക്കെ ഉണ്ടല്ലോ. ഓർഡർ ഫ്ലാങ്കിലിന്. ആഹാ, ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ചാടി ഓട്. ഓക്കെ, വിളി. ആഹാ, ഏടാ, ആ പുള്ളിക്കാരി പോയെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ ഇങ്ങോട്ട് ചാടിയെന്ന് കണ്ടോ ആവോ? പോ. ആഹാ, പുള്ളിക്കാരി അവിടെ തന്നെ നിൽക്കുവാണല്ലോ. ഞാൻ ഇങ്ങോട്ട് ചാടണമെല്ലാം കണ്ട. ഈ അമ്മൂമ്മത്തള്ളേനെ കണ്ടിട്ട് എന്നെ പേടിയാവും. ആ വടി വെച്ച് എന്നെ തല്ലിക്കൊല്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ പോയാലും നിന്നെ പിടിക്കൂടാ. ഇന്ന് രാത്രി അത്താഴത്തിന് നിന്നെ കറി വെച്ച് ഞാൻ കഴിക്കും. കറി വെച്ച് കഴിക്കുന്ന? അപ്പൊ അതിനാണ് എന്നെ ഇട്ട് ഓടിക്കണേ. പോ സത്തേ, പോ. പുള്ളിക്കാരി എന്തായാലും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. ഇങ്ങോട്ടേക്ക്. എടാ, ഞാൻ പുറത്തെത്തി. എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ലേ? ആഹാ, ഇവിടെയൊക്കെ അടച്ച് പൂട്ടിയിട്ടിരിക്കുക. എന്താടാ ഇത്? ആരെയോ കൊന്ന് കയ്യുന്നാലൊക്കെ വെട്ടി നുറുക്കിട്ടേക്കുക. അറിയാവല്ലോ വണ്ടേ. ഇല്ല, ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടുന്ന് എങ്ങനെ വെളിയിൽ പോകും? ഇവിടെ എന്താ ഈ പെട്ടിക്ക് അതൊന്നും വല്ല വെപ്പണം കിട്ടുമായിരുന്നെങ്കിൽ. ഇത് ലോക്കാ. വെപ്പണം കിട്ടുമായിരുന്നെങ്കിൽ ഇവിടുന്ന് ആ ഡോർ പൊളിച്ചിട്ട് ഇവിടുന്ന് വെളിയിൽ പോയായിരുന്നു. ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നില്ലേ? ഇതിന്റെ മേളില് എന്തോ ഒരു സിമ്പിള് കാണിച്ചല്ല. ഇതിൽ എന്തോ ഒരു പസിലുണ്ട്. ഈ പസില് സോൾവ് ചെയ്താലാണ് എനിക്ക് ഇവിടുന്ന് വെളിയിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. പസില് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ടുണ്ട് കാര്യം. എനിക്ക് ഇവിടുന്ന് വെളിയിൽ പോകണം. പോയേ പറ്റുള്ളൂ. വീട്ടിൽ എന്നെ നോക്കി ഒരു പയ്യൻ ഇരിപ്പുണ്ട്. ഷിൻചാൻ. ഇതിന്റെ മേളി കൂടി കേറി വഴി പിടിച്ച് കേറാൻ പറ്റില്ലല്ലോടാ. പക്ഷെ ഇതുവഴി ഒന്നും പോകാൻ വേണ്ടി പോയില്ല. ഓക്കെ തിരിച്ച് അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ. വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല. ഓക്കെ ഒരൊറ്റ തോക്ക് എനിക്ക് കിട്ടിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റി. എടാ പുള്ളിക്കാരി ഓക്കെ
പുള്ളിക്കാരി ഇവിടുന്ന് പോയി, റിസ്ക് ആണ്. പക്ഷെ അത് നോക്കി നിന്നിട്ട് കാര്യമില്ല. ഒരു കിണറല്ലേ ഇത്, കിണറിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ. ഓക്കെ, തിരിച്ചു കയറ് പതിയെ. ഒച്ച ഉണ്ടാക്കാതാ, ഒച്ച ഉണ്ടാക്കല്ലേ. ഒച്ച കേട്ടാ തവള എങ്ങാനും ഇങ്ങോട്ടേക്ക് വരും. ഒച്ച ഉണ്ടാക്കാതെ, ആരും അറിയിക്കാതെ നൈസായിട്ട് വേണം പോകാൻ വേണ്ടിട്ട്. ആഹാ, ഇവിടെ എന്തൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മൾ തട്ടി മറിച്ചിടരുത്. ഇതിലിവിടെയൊക്കെ വെച്ചേക്കണത് നമ്മളെ കൊടുക്കാനാണെന്ന് എനിക്ക് തോന്നണം. ഇതിലൊക്കെ നമ്മൾ തട്ടി ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒച്ച കേട്ട് ആ പുള്ളിക്കാരി നമ്മളെ കണ്ടുപിടിക്കുമല്ലോ. നമുക്ക് വേണ്ടത് ആ വാതിൽ പൊളിക്കാൻ പറ്റിയ തക്കത്തിലുള്ള എന്തെങ്കിലും ഒരു വെപ്പണ. പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലാ? പെട്രോളാ? ആഹാ, എടുത്ത് കയ്യിൽ വെച്ചേക്കാം, ചിലപ്പോ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇങ്ങെടുക്ക്. ഓൾ റൈറ്റ്, ഡീസൽ ഇട്ടിട്ടുണ്ട്. ഡീസലെങ്കിൽ ഡീസൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു റൂം കാണുന്നുണ്ട്. അമ്മൂമ്മ ഇങ്ങോട്ടെങ്ങനെ വരുമോ? ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒച്ച ഉണ്ടാക്കാതെ കസേരയിലൊന്നും തട്ടാതെ പോടാ ഫ്രാങ്ക്ലിനെ, പോ. ഓൾറൈറ്റ് ഗൈസ്, ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച്, ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് ഫുൾ സപ്പോർട്ട്. എന്തേ ഒരു എലീനെ കൊണ്ട് നമുക്ക് എന്തോ പോരെ. ഈ പുള്ളിക്കാരി എലീനെ വെച്ചാണ് ഈ സൂപ്പ് ഉണ്ടാക്കണത്. ശരി, നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്നും കിട്ടുന്നില്ല, അതാണ്. ഓക്കെ, ഫുള്ളായിട്ട് ഈ വീടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക്. വെപ്പം കിട്ടുവാണെങ്കിൽ വാതിൽ തുറക്കണതിന് മുമ്പ് ആ അമ്മച്ചീനെ ആ പുള്ളിക്കാരി അവിടെ നിന്ന് നോക്കുക ഞാൻ എവിടെയാന്ന്. പക്ഷേ ഞാൻ ഇവിടെ വിളിച്ചിക്കുക. അത് കണ്ട, അതിന്റെ മേളിൽ എന്തോ ഉണ്ട്. അവിടെ അങ്ങനെ ഒരു മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്താലായിരിക്കും നമുക്ക് ഇവിടുന്ന് വെളിയിൽ പോകാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ ആ പുള്ളിക്കാരി അവിടെ തന്നെ നിൽക്കുക. എങ്ങനെയെങ്കിലും നൈസായിട്ട് പോയി എടുക്കാം. പക്ഷെ അതിന്റെ അത്രയും മേളിൽ നിന്ന് എങ്ങനെ എടുക്കും നമ്മള്? ആ സ്റ്റെപ്പിൽ നിന്ന് ഓടി ഒന്ന് ചാടി നോക്കിയാലാ? പുള്ളിക്കാരി പോയി കഴിയുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് ഓടി ഒന്ന് ചാടി നോക്കാം. ഓതല്ലേ അവിടെ നിന്ന് പോ. നീ എവിടെ പോയാലും നിന്നെ ഞാൻ വിടില്ല. ഓക്കെ, അവൻ മേളിലെത്താൻ സാധ്യതയുണ്ട്. മേളിലേക്ക് പോയി നോക്കാം. ആ പുള്ളിക്കാരി മേളിലേക്ക് പോയി. ഓക്കെ, ഇത് തന്നെ നല്ല പറ്റിയ അവസരം. ഞാൻ വന്നപ്പോ അതിനകത്ത് എന്താ ഉള്ളത് നോക്കില്ല. അതിന്റെ മേളിൽ എന്തോ ഉണ്ട്. അതിനകത്ത് ആരോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പുള്ളിക്കാരി എന്തായാലും മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നോക്കാം. അവിടെ ആരെയും കാണാനില്ല. തീടെ ഇങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ വഴിയല്ല, എക്സിറ്റ് ഉണ്ടോടെ. ഇവിടെ ഇതെന്താ വെറുതെ റൂമോ? ഇങ്ങോട്ടൊന്നും വഴിയൊന്നും കാണുന്നില്ല. അതൊക്കെ പടെ നമ്മൾ വന്ന കാര്യം. ഞാൻ വന്നത് ആ സാധനം എന്താന്ന് നോക്കാൻ വേണ്ടിട്ട്. അത് ചിറ്റിക്കയാ. ചിറ്റ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് വെച്ച് അത് പൊളിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയല്ലേ. ഞാൻ ഇതെവിടെയാടാ വീണ്ടും എന്നെ അവർ തല്ലി പൊതക്കെടുത്ത് ഇവിടെ കൊണ്ടാക്കി. ഇവർക്ക് ഇത് തന്നെ പണിയാ. എന്നെ കറി വെച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ അവർക്ക് നേരത്തെ കറി വെച്ച് കഴിച്ചുകൂടി അല്ലേ? എന്തായാലും വീണ്ടും നമ്മൾ എണീറ്റിട്ടുണ്ട്. ഇവിടുന്ന് രക്ഷപ്പെടുന്നത് ആ പുള്ളിക്കാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് കുറച്ച് പാടാണ്. എന്തായാലും നോക്കാം. ഒരു ഒറ്റ വെപ്പൺ എൻ്റെ കിട്ടിയാൽ മതി. ഒരു ചെറിയ ഗണ്ണോ എന്തിന് ചെറിയൊരു ചില്ലും കഷ്ണം കിട്ടാനും മതി. ബാക്കിയായിട്ട് പുള്ളിക്കാരനെ കുത്തി ഈ പുള്ളിക്കാർ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ സ്പോണാവുക. അതാണ് സീൻ. അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇതായിട്ട് തന്നെ ഇവിടുന്നൊക്കെ വന്ന് തമ്പുരാനും അറിയില്ല. ഓക്കെ ആക്കി അവിടെ തന്നെ ഇവിടെ നിന്ന് ഇതിനെക്കാട്ട് എന്തെങ്കിലും വെച്ച് എറിയുവാണ് ചിലപ്പോൾ താഴെ. മൂമ്മ അവിടെ നിപ്പുണ്ട്. തിരിച്ചു അങ്ങോട്ട് ഇറങ്ങിയാൽ വേണ്ട. ഇനി വീണ്ടും അവിടെ ചെന്ന് തല്ലി ബോധം കൊടുത്തും. ഇങ്ങോട്ടേക്ക് വലിയൊരു വഴി തന്നെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. കുറച്ച് സ്പീഡിൽ പോ. പുള്ളിക്കാരി അവിടെ ഉള്ളത്. അവിടെ പുള്ളിക്കാരി ഉള്ള കാരണം പേടിക്കണ്ട. പക്ഷെ എനിക്ക് വന്നിട്ട് ഇവിടെ ഒത്തിരി വഴികളുണ്ട്. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊക്കെ പുള്ളിക്കാരി വരുന്നുണ്ട്. ഓക്കെ, ഇതേതോ ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഇതൊക്കെ ഈ ഷെൽഫൊക്കെ അരിച്ച് പിറക്കാം. ഇതെന്താ? ഒരു ബാറ്ററി, ഒരു കീ. എന്തായാലും കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് കൈ വെച്ചേക്കാം. ബാറ്ററി എടുക്ക്. അടുത്തത് ഈ കീയും കൂടി എടുത്തേക്കാം. ബാറ്ററി, കീ, അത് രണ്ടും എന്തിനാ ആർക്കറിയാം. എന്തായാലും എടുത്ത് വെച്ചേക്കാം. എന്നിട്ടും വെപ്പണൊന്നും കിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കണത്. ഇവിടെ ഇങ്ങോട്ടേക്ക് എന്തോ വഴിയുണ്ടറാ. എടാ, ഇത് പുറത്തേക്കുള്ള വഴി. അത് എനിക്ക് പുറം ഭാഗം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ശരി. ഇവിടുന്ന് അപ്പൊ ഈ ഒരു പലക പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് പോകാല്ലേ? പലക പൊട്ടിക്കാൻ വേണ്ടിട്ട് സാരമില്ല, അതല്ലേ സീൻ. വേറെന്താണ് ഇവിടെ ഉള്ളത്? കട്ടിലേല് ബോള്. ഇതെന്താ? കത്തി. കിട്ടി. 2-3 ബോൾ ഇരിക്കണേ. ഈ ബോൾ വെച്ചിട്ട് അതിനെക്കട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ചിറ്റിക്ക് നമ്മുടെ കൈ കിട്ടൂലേ? സെറ്റ്. ബോളിട്. ഇത് മതി. എന്റെ കയ്യിൽ ബോളുണ്ട്. ഇത് വെച്ച് എറിഞ്ഞ് ഞാനത് എടുക്കും. കണ്ട, എന്റെ കയ്യിലിരിക്കണ ഈ ബോള് വെച്ച് എറിഞ്ഞ് ഞാനത് വീഴ്ത്തും. എന്റെ ഉന്നമൊക്കെ കറക്റ്റ് തന്നെയാ. പുള്ളിക്കാരി അവിടെ ഉണ്ടെങ്കിൽ കാര്യം ചെയ്യാം. ഞാൻ ഇത് വെച്ച് അത് എറിയുമ്പോ പുള്ളിക്കാരി എന്റെ പുറകെ വരും. അപ്പൊ ഞാൻ ഇതുവഴി ഓടി അപ്പുറത്തേക്ക് വഴി ഉണ്ടോ നോക്കട്ടെ. ഇതുവഴി ചാടാൻ വേണ്ടി പറ്റുമോ? ഒച്ച ഈ ഒച്ച കേട്ടാ പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് വരും. ഓട്. പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നില്ലല്ലോ. പുറകിൽ നിന്നൊക്കെ വരും. ഇതുവഴി ചാടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഇതുവഴി ചാടാം. ഈ ഒച്ച കേട്ട് എന്തായാലും പുള്ളിക്കാരി അതുവഴി വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ എത്തി. സ്ലോ. ഒളിച്ചും പാത്തും പോ. ഇത് അവിടെ കട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂലേ? പക്ഷെ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി നിൽക്കും. സ്റ്റെപ്പിൽ നിന്ന് എറിഞ്ഞാലാണ് കറക്റ്റായിട്ട് നിലത്ത് വീഴുമെന്ന് തോന്നണേ.
ഓക്കെ എവിടെയെങ്കിലും ഇല്ലെന്ന് തോന്നുന്നു. സോ ഇതാണ് എന്റെ പറ്റിയ സമയം തോന്നുന്നു. ഞാനിപ്പോ എത്ര നേരമായി ഇതിന്റെ അകത്ത് പെട്ടുപോയിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല. രാത്രിയിൽ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറം ലോകമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഇവിടെയെങ്കിലും ഇല്ല. ഞാനിവിടെ എറിയാൻ നിൽക്കുമ്പോ എന്റെ പുറകിൽ നിന്ന് അവിടെ നിന്ന് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇല്ലയോ ഇവിടെ ഇല്ല. ഓക്കെ ഇതാണ് പറ്റിയ അവസരം. ആ സാധനം എറിയുക, ഇങ്ങനെ എടുക്കുക, ആ ചിറ്റിക എടുക്കുക, പൊളിക്കാ പോവുക, അത്രേ ഉള്ളൂ. ഉന്നം നോക്കി എറിയടാ ഫ്രാങ്ക്ലിനെ. കൊണ്ടില്ലടാ. അടുത്തത് ചണ്ട് കൊണ്ട് പക്ഷേ ശരി കപ്പ് വീണ്, ചിറ്റിക വീണില്ല. കറക്റ്റായിട്ട് കൊള്ളിക്കടാ ചിറ്റികട്ട്. അവര് വന്നതിന് മുമ്പ് ഇന്നാ എറിയാൻ വേണ്ടി പോവാണ്. പിടിച്ചോ. ഓൾ റൈറ്ററാ. ചിറ്റിക താഴ്ത്ത് വീണ്. ഓക്കെടാ ചിറ്റിക എടുത്തോണ്ട് നമുക്ക് ഇവിടുന്ന് ഇതേ പുള്ളിക്കാര് വണ്ടി. ഓടറാ ഓട്. ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പുറത്തൊന്ന് കറങ്ങിപ്പോവാ. പുള്ളിക്കാര് വരട്ടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് അപ്പുറം വഴി ഇറങ്ങിപ്പോവാം. എൻ്റെ അടുത്ത കളി എൻ്റെ ബുദ്ധിപരമായ നീക്കത്തിന് മുമ്പിൽ പുള്ളിക്കാരി തോറ്റു പോയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മിച്ചി. ഓക്കെ വാടാ പോയി ചിറ്റിക എടുക്കാം. എൻ്റെ അടുത്താണ് കളി. ചിറ്റിക ഇവിടെയാണ്ട് വീണത്. ചിറ്റിക. ഓക്കെ ഇതേ കിടക്കണ ചിറ്റിക. ഓൾ റൈറ്റ്. ആ പുള്ളിക്കാരി അങ്ങോട്ടേക്കൊക്കെ പോയി. ഓക്കെ ഇതേ ചിറ്റിക കിട്ടിയടാ. സെറ്റ്. പുള്ളിക്കാരനെ കാണാനില്ല. ഐ തിങ്ക് ഇതാണ് പറ്റിയ അവസരം. ഇപ്പോ വാതില് പൊളിക്കാം. അടുത്തത് പൊട്ടിക്കടാ. പൊട്ടണില്ല തീണ്ടാ ഗ്രാനി വണ്ടി. ഓട്. അല്ലെങ്കിൽ ചിറ്റിക്ക് വെച്ച് ഒരെണ്ണം കൊടുത്താലാ. ചിറ്റിക്ക് വെച്ച് കൊടുത്തിട്ട് വേണ്ട. പുള്ളിക്കാരുടെ കയ്യിൽ നീളമുള്ള വടി ഇരിക്കണ. വെറുതെ എന്തിനാ നമ്മൾ പണി മേടിക്കണം. ഓക്കെ പുള്ളിക്കാരെ അങ്ങോട്ട് പോലെ നമുക്ക് ഇത് വഴി ഓടാം. ഓൾ റൈറ്റ്. നമ്മൾ പുറകിലൊരു വഴി കണ്ടില്ലായിരുന്ന. പുറകു വഴി. ആ വഴിയെങ്കിൽ ഏതെങ്കിലും വഴി എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ഓട്. ഇവിടെ എങ്ങാണ്ടും ആയിരുന്നല്ല ആ വഴി ഉണ്ടായിരുന്നത്. ഓക്കെ ഇങ്ങോട്ടേക്ക് പുള്ളിക്കാർ വരാൻ എന്തായാലും സമയം എടുക്കും. പൊളിക്കടാ ഇത്. ഓക്കെ ഇതുപോരാ കുറച്ചും കൂടി ആഴത്തിലുണ്ടാക്കണം. എന്തിയടാ ഇത് മതിയായിരിക്കും തോന്നുന്നു നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട്. അതേ ചാടിക്കയറുന്നു. അത് ശരി ഇത് പൊട്ടിക്കാണ്ട് പോകാൻ പറ്റുമായിരുന്ന. ഓക്കെ എന്തായാലും ഞാൻ വെളി വന്നിട്ട് ഐ ആം ഫ്രീ. അടുത്ത പൂട്ടിയ റൂമാ. എടാ ഇത് കാറല്ലേ. കാർ എടുത്തോണ്ട് പുറത്തേക്ക് പോവാം. ഈ കാറിൽ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ ബാറ്ററിയും കീയും കിട്ടിയത്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമല്ലേ. ഓക്കെ വണ്ടി സ്റ്റാർട്ട് ആവും. ശരി വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ബാറ്ററി നമ്മൾ വെക്കണമല്ലേ. ഇത് തുറക്കണം. തുറക്ക്. ഹുഡ് തുറക്ക്. ബാറ്ററി ഇൻസെറ്റ്. ഓക്കെ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവുമായിരിക്കും. സ്റ്റാർട്ട് ആവടാ. ഇത് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ പിന്നെ തിരിച്ചു പോകണം എങ്ങനെയാന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ ചാടിയാ വന്നത്. ഓക്കെ സ്റ്റാർട്ട് ഓൾ റൈറ്റ്. ഒന്ന് സ്റ്റാർട്ടായി. പുറത്തേക്ക് പോവാം. പണി ഇത് ഓട്ടോമാറ്റിക് ഡോർ അല്ലേ. പുള്ളിക്കാരി ഇപ്പൊ തന്നെ ഒരു ഇതെങ്ങനെ ഇനിയിപ്പോ തുറക്കണം. ഇതിന് ഇനി സെപ്പറേറ്റ് താക്കോലുണ്ടോ. താക്കോൽ എനിക്ക് കിട്ടിയില്ല. തിരിച്ചു പോവാ. അതെ ഇവിടെ വല്ലയിടത്തുണ്ടാവാടെ. അയ്യോ എവിടെയെങ്കിലും ഇവിടെ ദേണ്ടാ കണ്ടിരിക്കണ്. ശരി ഇവിടെ വന്നാൽ ഗണ്ണേ ഉണ്ടായിരുന്നു. ഇത് വെച്ച് അമ്മൂമ്മക്കെ ഒരെണ്ണം കൊടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കഴിയൊക്കെ ആയിരുന്നല്ല. പക്ഷെ ഇതെങ്ങനെ തോക്ക് ബുള്ളറ്റ്. തോക്കുണ്ട് ബുള്ളറ്റും ഉണ്ട്. തോക്കിങ് എടുക്കോ. അവിടെ എന്തോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. എനിക്ക് തോന്നണ ഇത് ഈ ഗേറ്റിന്റെ സ്വിച്ചാന്ന് തോന്നുന്നു. സ്വിച്ച് ഓണാക്ക്. ഓക്കെ ദേണ്ടാ തുറന്ന്. ഇത് തന്നെ പറ്റിയ അവസരം. ഓക്കെ വണ്ടിയേട്. പോവാം. വണ്ടി എടുത്തോണ്ട് പോടാ ഇവിടുന്ന്. അത് ആരമ്മൂമ്മല്ലേ. രക്ഷപ്പെട്ട അമ്മൂമ്മടെ അമ്മൂമ്മോടെ നിന്ന്. ഓക്കെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട്. അമ്മൂമ്മ നമ്മളെ നോക്കിക്കണോക്കെ. സൈക്കോ അമ്മൂമ്മ. എന്തെങ്കിലും ആവട്ടെ നമുക്ക് സ്ഥലം കല്ലിയാക്കാം. നമ്മുടെ വണ്ടി പോയി കിടക്കുമല്ലേ. ഈ വണ്ടി കിട്ടിയത് നന്നായി. ഇത് വെച്ച് നമുക്ക് ഇവിടുന്ന് പോവാം. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോണത്. ഈ അമ്മൂമ്മയുടെ പേര് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് തന്നെ കാര്യം. ഓക്കേടാ ഈ വഴിയാണ് ഞാൻ വന്നേന്ന് തോന്നണ. ഇത് വഴി കണ്ട് ഇറങ്ങി പോകുന്നത്. എല്ലാ വഴിയും ഒരുപോലെയാണല്ലോ ഇവിടെ ഇരിക്കണം. ആ തലക്കടടിച്ചതിൽ കുറച്ച് ഓർമ്മ വരെ ഇറങ്ങിപ്പോയെന്ന് തോന്നണേ. ഇതേ ഞാൻ വളഞ്ഞ് നടന്നു വന്ന ആ ഒരു വഴി. ഇവിടെ ആ ഒരു കൃഷിയൊക്കെ ചെയ്യണ സ്ഥലം. ഇവിടെ അതേ നമ്മുടെ വണ്ടി കിടക്കണം. ഓക്കേടാ പക്ഷെ നമ്മുടെ വണ്ടി അത് കംപ്ലൈന്റ് ആയി കിടക്കുമല്ലേ. ഈ വണ്ടിയാണെങ്കിൽ സൈക്കോ കില്ലറിന്റെ വണ്ടിയാ. കുഴപ്പമില്ല വേറെ വണ്ടിയില്ല. ഈ വണ്ടിയിൽ പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന്റെ ഈ ഒരു വിവരം അറിയിക്കണം എനിക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഓക്കെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. എമർജൻസി സാർ പോലീസ്. ഇവിടെയെങ്കിലും ആരും കാണാനില്ല. രാത്രി ആയതുകൊണ്ട് പോലീസൊക്കെ ഇനി വീട്ടിൽ പോയാ. ഓക്കെ ഉള്ളിലേക്ക് പോയി നോക്കാം. എവിടെ പോലീസ് സാർ. അതേ ഒരു പുള്ളി സാർ രക്ഷിക്കണം സാർ. അവിടെ വലിയൊരു സംഭവം ഉണ്ടായി സാർ. എന്നെ ഒരു പുള്ളിക്കാരി പിടിച്ച് കെട്ടിയിട്ടേക്ക് വരുന്നു. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. ഇവരെന്താ ആ വഴിക്കൊക്കെ പോണത്. സാർ ഇങ്ങോട്ട് സാർ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഈ വീട്ടിലാണ് അമ്മച്ചി ഉള്ളത്. എന്നെ തല്ലി പിടിച്ച് പൂട്ടിയിട്ട് അമ്മച്ചി. എന്നിട്ട് എന്നെ കാണുമ്പോ പിടിച്ച് എന്നെ തല്ലുമായിരുന്നു സാർ. ഇതാണ് നീ പറഞ്ഞ വീട്. ഓക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ. സാർ ഇറങ്ങി വാ സാർ. എനിക്ക് ഒറ്റക്ക് പോവാൻ ഒരു ഭയം ഇവൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട്. എന്താണ് സാർ ഇങ്ങനെ പേടിച്ചാലോ. ഇതാണല്ലേ വീട്. ഓക്കെ ബാ നമുക്ക് പോയി അന്വേഷിക്കാം. ഈ വീട്ടിൽ ആരുണ്ടെന്നാ പറയണ.
പക്ഷെ ഇതൊരു വലിയ വീട് തന്നെ, അത് സമ്മതിച്ചു തരാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. രാത്രി നീ പറയണ പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പോലീസുകാർ ഉത്തരവാദിത്ത. ഹലോ അമ്മൂമ്മ, ഏതോ അമ്മൂമ്മയോടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് പുറത്തേക്ക് വരണം പ്ലീസ്. ആരാ ഈ സമയത്ത് അർദ്ധരാത്രി വന്നിരിക്കുന്ന? പോലീസോ? എന്താണ് സാർ, എന്താണ് പ്രശ്നം? അതെ, താങ്കളെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് ആലിഗേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പയ്യനെ താങ്കൾ ഇവിടെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതന്വേഷിക്കാൻ വന്ന പോലീസുകാരാണ് ഞങ്ങൾ. എന്റെ പൊന്നു സാറേ, ഞാനിവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവ അമ്മൂമ്മയാണ്, ഒറ്റക്കുള്ള ജീവിതം. ഈ പയ്യനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സാറേ. പക്ഷെ ആ പുറകെ കിടക്കണ വണ്ടി അത് എന്റെ വീട്ടിൽ നിന്ന് ഇന്ന് മോഷണം പോയ വണ്ടിയാണ് സാർ. എനിക്ക് തോന്നണത് ഈ പയ്യനാണ് എന്റെ വണ്ടി മോഷ്ടിച്ചതെന്ന്. ആണോ? ആ വണ്ടിയാ? ആ വണ്ടി തന്റെ വണ്ടിയാണോ സാർ? ആ വണ്ടി എന്റെ വണ്ടിയല്ല സാർ. ഞാനത് ഇവിടുന്ന് നീ അധികാരം ഒന്നും പറയണ്ട. അപ്പൊ നിന്റെ വണ്ടിയല്ല, സോ നീയാണ് കുറ്റവാളി. സോറി അമ്മേ, സോറി. നിങ്ങളുടെ ഈ ഉറക്കം കളഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. ആ കാർ നിങ്ങൾ തന്നെ എടുത്തോ. എടാ മോനെ, ഈ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ കേസ് എടുക്കുന്നില്ല. ഒരു വാർണിംഗ് തന്നു വിടും. ആ വണ്ടി ഈ അമ്മൂമ്മക്ക് കൊടുത്തിട്ട് മര്യാദ സ്ഥലം കലയക്കോ. മേലെ ഈ വീട്ടിൽ കയറി എന്തെങ്കിലും മോഷ്ടിച്ചെന്ന് പറഞ്ഞാ എന്റെ സ്വഭാവം മാറും. സാർ ഇവര് കള്ളം പറയുന്നുണ്ട് സാർ. എന്റെ പ്രൂഫ് ഉണ്ട് സാർ, പ്രൂഫ്. എന്താടാ പ്രൂഫോ? കാണിക്കാൻ പറ്റുമോ പ്രൂഫ്? പിന്നെന്താ സാർ, കാണിക്കാലോ. എന്റെ കൂടെ വാ സാർ. കള്ളക്കിളവി, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ സാർ. പ്രൂഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളവി എന്നെ പോലെ തന്നെ വേറെ ആരോ ഇവിടെ കൊന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതാ. ഇവിടെ ഒരാളുടെ കൈ വേറെ കാല് വേറെ എന്ന് പറഞ്ഞ് മുറിച്ചിട്ടേക്കണത്. ദേ സാർ, ഇവിടെയാണ് അത്. വാട്ട്? എടാ ഇവിടെ ഒരു സ്ഥലമായിരുന്നല്ല. ഇവിടെ കുറെ കമ്പിയൊക്കെ വെച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു മുറിയൊക്കെ ഇല്ലായിരുന്ന. ഇവിടെ ഒരുത്തന വെട്ടി നുറുക്കിട്ടച്ച അതൊക്കെ അവിടെ പോയി. എന്താണോ എന്തോ കാണിക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഒന്നും ഇല്ലല്ലോ ഇവിടെ. സാർ ഞാൻ പറഞ്ഞില്ലേ, ഇവൻ പറയണ ഫുള്ള് കള്ളാണ്. എന്റെ കാറും മോഷണോണ്ട് പോയിട്ട് കളൻ. അല്ല സാർ, ഇവിടെ ഒരു മുറി ഉണ്ടായിരുന്നു സാർ. എന്താടാ മുറിയാ? പിന്നെ മുറി എന്താ മാറ്റി പോയാ? ഒന്ന് പോടാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ പറയണ അങ്ങ് കേട്ടാ മതി. മര്യാദ കാർ ഇവിടെ ഇട്ടിട്ട് ഇവിടുന്ന് സ്ഥലം കല്യാണിക്കോ. ഇല്ല ഞാൻ കേസ് ചാർജ് ചെയ്ത് നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ, കുഴപ്പമില്ല. ആഹാ, ഈ കള്ളക്കിളവി എങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഇവിടെയുള്ള മുറിയെ മാറ്റി കളഞ്ഞ് ഇവിടെയുള്ള എല്ലാ പ്രൂഫുകളും നശിപ്പിച്ചെന്ന് തോന്നുന്നു. പോലീസുകാരും എന്നെ വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യാനാ? എടോ, തന്റെ വണ്ടി കേടായെന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് വണ്ടി മോഷ്ടിക്കുന്നൊന്നും ശരിയായ പരിപാടിയല്ല കേട്ടോ. എന്നിട്ട് ഒരു കള്ള കഥയായിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, തന്റെ ഈ വണ്ടി ശരിയാക്കാനുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഏർപ്പെടുത്താം. തൽക്കാലം താൻ വീട്ടിൽ പോ. തന്റെ മൈൻഡ് ശരിയല്ലെന്ന് തോന്നണം. ഉറക്കമൊന്നും ശരിയാവാനായിട്ടാ. വീട്ടിൽ പോയി മര്യാദക്കൊന്ന് കിടന്ന് ഉറങ്ങ്. ആ സാർ, പക്ഷെ അത് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഇത് ശരിയാക്കാനുള്ള ആളെ സെറ്റ് ചെയ്താ സാർ. ഫൈനലി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ ഫ്രാങ്ക്ലിൻ ഭായ് ഇന്ന് ഇത്ര ലേറ്റ് ആയത്? എടാ ഷിൻജാനെ, ഒന്നും പറയണ്ട. ഒരു വീട്ടിൽ പെട്ടുപോയി. അത് പറഞ്ഞപ്പോഴാ ഷിൻജാനെ വാളാ, കുറച്ച് വെപ്പൺസ് ഒക്കെ എടുക്ക്. ചെറിയ പണിയുണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ. ഇത് ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് പ്രതികാരം വീട്ടണം, പ്രതികാരം. ഓക്കെ തിരിച്ചു വന്നടാ. പ്രതികാരത്താഹുമായി ഔഗ്രജവി. ഷിൻജാനെ, നീ ഇവിടെ തന്നെ ഇരിക്കുക. കള്ളക്കിളവി, നീ എന്റെ ഇവിടെ പൂട്ടിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുവല്ലേ? പോലീസുകാർ വരുമ്പോ കള്ളം പറയല്ലേ? എന്നെ കൊള്ള പണി ഞാൻ തരാം. എല്ലാ വെപ്പൺസും ആയിട്ടല്ലേ വന്നേക്കണത്. അപ്പൊ എന്റെ കയ്യിൽ വെപ്പൺ ഇല്ലാണ്ട് പോയി. ഇല്ലേ, കാണിച്ചു കൊടുക്കായിരുന്നു. കള്ളക്കിളവിയുടെ വീടിന്ന് കത്തിച്ചിട്ടുള്ള കാര്യം. ഞാൻ ഇത്തിരി മാറിന്നോടാ, പേടിയുണ്ടെങ്കിൽ. വീരട്ടെ, കള്ളക്കിളയുടെ വീടൊന്ന് കത്തിക്കില്ല. പതിയെ കത്ത് പിടിച്ച് പോട്ടെ. ഓക്കേടാ, കത്ത് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കള്ളക്കളെ വന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം കലിയാക്കാം. നീ എന്റെ വീട് കത്തിക്കൊല്ലടാ. നിനക്കുള്ള പണി ഞാൻ തരൂടാ. I see you.